അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഞാൻ ഈ ഇലയിലൊക്കെ മഞ്ഞത്തുള്ളിയാണെന്ന് തോന്നുന്നുണ്ട്, വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അടുക്കളയിൽ പോയപ്പോൾ ഉമ്മ ചിക്കൻ കറി ഉണ്ടാക്കണ്ടേ, വറുത്തരച്ച ചിക്കൻ കറിയാണ് രാവിലെ നമുക്ക് ചായക്ക്. അപ്പം അതിൻ്റെ കൂടെ തന്നെ കുത്തപ്പാട്ടോ, എത്ര പേർക്ക് അത് അറിയുമെന്നറിയില്ല. കുത്തപ്പം അല്ലെങ്കിൽ ഓട്ടട എന്ന് പറയും, ഞങ്ങൾ ഇവിടെ കുത്തപ്പം എന്നാണ് പറയുന്നത്. അപ്പം അതിലേക്കുള്ള ബാറ്ററും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചരി കുതിർത്ത് വെച്ചിട്ടാണ് ബാറ്ററും കാര്യങ്ങളൊക്കെ ചെയ്ത്, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ നമുക്കിന്ന് കുത്തപ്പം പിന്നെ വറുത്തരച്ച ചിക്കൻ കറിയും. അപ്പം അതിൻ്റെ ഇടയിൽ കോവക്ക ഉണ്ടല്ലോ, അതൊന്ന് ഉപ്പേരിയല്ല, ഒരു പൊരിച്ചെടുത്ത പോലെയല്ല, രണ്ടിൻ്റെ ഇടയിൽ വരുന്നൊരു സാധനം ഉണ്ടാക്കുന്ന ഉമ്മ പറഞ്ഞ് യൂട്യൂബിൽ നോക്കിയിട്ട് കണ്ട ഒരു റെസിപ്പിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു കോവക്ക എന്നാൽ ഇങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് കേട്ടോ. നോർമലി നമ്മൾ റൗണ്ടിൽ മാത്രമാണ് ഇത് ഉപ്പേരി വെക്കൽ, പക്ഷെ ഇങ്ങനെ അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അരിഞ്ഞു വന്ന് സാധനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് അരിഞ്ഞ് തീരുന്ന മുന്നേ തന്നെ ഒരാൾ എഴുന്നേറ്റ് വേഗം അടുക്കളയിലേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ആൾ അടുക്കളയിലേക്ക് തെരഞ്ഞു വരാണ്. ആൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടി നടക്കൂലേ. ഫുൾ ടൈം എന്നോട് ഞാൻ എടുത്തുകൊണ്ട് നടക്കണം ആൾ. അപ്പോൾ എന്നോട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറയണതാണ്. ഇത് എന്തൊക്കെ ആൾക്ക് കളിക്കാൻ കൊടുത്തു കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കണം. അതിന് വേണ്ടിയിട്ടുള്ള വാശിപിടുത്തം കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നല്ലോ തീരെ സമ്മതിക്കാതായപ്പോൾ ഞാൻ പിന്നെ മുകളിൽ കയറ്റിയെടുത്തിട്ടോ. ഈ ഒരു സിങ്ക് നമ്മൾ ഉപയോഗിക്കലില്ല, അപ്പോൾ ആൾ അതിൽ കയറ്റിയെടുത്ത് കുറച്ച് കോവക്ക പാത്രത്തിലിട്ട് കൊടുത്തിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ചെമ്പരത്തിപ്പൂ പറിച്ച് കയ്യിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെമ്പരത്തി പറിക്കാൻ വന്നതാണ്. ചെമ്പരത്തിപ്പൂവൊക്കെ ഇപ്പോൾ എവിടെയും കിട്ടാതായിക്കണം കേട്ടോ. കാരണം വീട്ടിൻ്റെ അടുത്തുള്ളവരൊക്കെ വീട്ടിലേക്ക് വരും പൂവ് ചോദിച്ചിട്ട്. എവിടെയും ഇപ്പോൾ ഇതൊരു റയർ സാധനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൂവൊക്കെ കിട്ടിട്ടോ. പൂവൊക്കെ കിട്ടി ഞാൻ ആൾക്ക് കളിക്കാൻ കൊടുത്ത് പിന്നെയും അടുക്കളയിലേക്ക് പോയി നോക്കിട്ടോ. പൂ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷെ അതൊരു 5 മിനിറ്റിന് പോലും ആൾക്കുണ്ടാവില്ല. കാരണം പിന്നെയും ഞാനിങ്ങനെ എടുത്തുകൊണ്ട് നടക്കാൻ വേണ്ടി വാശി പിടിക്കും. പിന്നെ ഞാൻ അരിഞ്ഞു വെച്ച കോവക്ക അമ്മ എടുത്തിട്ട് കായം തേച്ച് വെച്ചിരിക്കണേ. കായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബേസിക് പൊടികൾ, പിന്നെ എന്താ തൈരൊക്കെ ചേർത്താണ്, എനിക്ക് കാര്യമായിട്ട് അറിയില്ല എന്താണ്. അമ്മ അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ പാനിൽ ഇട്ടാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കുത്തപ്പം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. കുത്തപ്പം ഈ സാധനം നിങ്ങളവിടെയൊക്കെ ഉണ്ടാവും, പക്ഷേ എനിക്കറിയില്ല എന്താ പറയാന്നുള്ളത്. നമ്മളിവിടെ കുത്തപ്പം എന്നാണ് പറയുക. കുത്തുള്ളപ്പം, കുത്തപ്പം അത്ര തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാനിരുന്നു കേട്ടോ. നമുക്കില്ലേ ഇങ്ങനെ ചായ കുടിക്കാനിരിക്കുമ്പോൾ ഒരാളിങ്ങനെ ചൂടോടെ ഇത് ചുട്ടുകൊണ്ട് തരിക, നമ്മൾ കഴിക്കുക. അത് നല്ല രസമുള്ളൊരു പരിപാടിയാണ്. കാരണം എത്ര വേണമെങ്കിലും ഇങ്ങനെ ഇരുന്ന് കഴിച്ചോളും. അതിൻ്റെ അടുക്ക് ആൾ വന്ന് ഇങ്ങനെ വെറുപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ചായ കൂടി കഴിഞ്ഞ് അപ്പം അമ്മ ചിക്കൻ പൊരിക്കാനുള്ളത്, ഇതൊക്കെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളാട്ടോ. ചിക്കൻ പൊരിക്കണമൊക്കെ രാവിലെ തന്നെ നമ്മൾ പൊതുവെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കും. ഉച്ചക്കത്തേക്കല്ല, ചിലപ്പോൾ രാത്രികത്തേക്കുള്ളത് ഒറ്റയടിക്കായിരിക്കും കുക്കിംഗ് ഒക്കെ. അതുകൊണ്ട് പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചിക്കൻ കാര്യങ്ങളൊക്കെ പൊരിക്കാനിട്ട് പിന്നെ നമുക്ക് കറി വെച്ചത് ഒന്ന് തൂമിച്ചെടുക്കാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കാര്യമായിട്ട് ഇന്ന് രാവിലെ നടക്കുന്ന കാര്യങ്ങൾ. സെയിം കാര്യങ്ങൾ, അതായത് കുക്കിങ്, ക്ലീനിങ്, ഇതൊക്കെ തന്നെ. അപ്പോൾ ഓക്കെ.